ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹായ് ഗുണ്ടുമണി, ഹൗ ആർ യു? ഗുണ്ടുമണി നിന്റെ ഇംഗ്ലീഷ് പറ. പറയാടാ, എന്റെ കോച്ചിങ് ഒന്ന് കഴിയട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്. രശ്മി, നീ വന്നേ. വരാ ചേച്ചി, ഈ ആക്കിട്ട് 10 പറഞ്ഞിട്ട് വരാം. നിന്നോട് വരാനാ പറഞ്ഞേ. അറയ്ക്കൽ മാധവനുണ്ണിയും അനിയന്മാരും. വലിയേട്ട സിനിമയിലെ മാധവേട്ടന്റെ ഏറ്റവും ഇളയ അനിയനായിരുന്നു ഞാൻ, മോങ്കുട്ടൻ. ഇന്നാട്ടിലെ കുറെ പേരുണ്ട് മാധവേട്ടനെ പോലെ ആകാൻ നോക്കുന്നവർ. പക്ഷേ മട്ടും പെരുമാറ്റവും കൊണ്ട് വലിയേട്ടനെ പോലെ തന്നെ ഒരാൾ, അത് ഗിരി തന്നെയാ. കരിനീലിക്കാവിലെ ഗിരി. ശരിക്കും ഒരു ഒന്നൊന്നര വലിയേട്ടൻ, നമ്മുടെ ഗിരി. വാ, നമുക്ക് അവരൊക്കെ ഒന്ന് പോയി കണ്ടാലോ. കരിനീലിക്കാവിലെ മണ്ണും മനുഷ്യരെയും അറിഞ്ഞു വളർന്നവനാണ് ഗിരി. ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ഉള്ളിലുള്ളവൻ. 4 അനുജത്തിമാർക്ക് സംരക്ഷകനും തണലുമായവൻ, അവരുടെ വലിയേട്ടൻ. ഗിരിയുടെ ജീവനായ ആ 4 പേരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇത് മൂത്തവൾ രത്ന, പക്വതയുള്ള അധ്യാപിക, വീടിന്റെ ഐശ്വര്യം. അപ്പോ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? മഹാനായ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണണം. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം. മനസ്സിലായോ? അമ്പിളി, പോ. അമ്പലത്തിൽ നിന്ന് ഉത്സവമായിട്ട് ടീച്ചർക്ക് ലീവ് എടുക്കായിരുന്നില്ലേ? നല്ല കാര്യായി. ലീവെന്ന് കേട്ടാലേ ഹെഡ് മാസ്റ്റർക്ക് ദേഷ്യം വരും. അയ്യോ, ദേഷ്യം എന്ന് പറഞ്ഞപ്പോഴാ. നീ വേഗം വണ്ടി എടുക്ക്. രശ്മിക്ക് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. രശ്മിക്കുട്ടി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചോണ്ട് ഒരു പ്രയോജനം ഇടാൻ പോകുന്നില്ല. ഗിരിയേട്ടന്റെ കുറച്ച് കാശ് പോകുന്നു മെച്ചം. അവള് കേക്കണ്ട, നിന്റെ തലയടിച്ച് പൊട്ടിക്കും. സോറി, ചിപ്സ് പാക്കറ്റ് പൊട്ടിച്ചതാ. ഇത് രശ്മി. കക്ഷിക്ക് ഭക്ഷണം കഴിഞ്ഞേ ഉള്ളൂ, ബാക്കി എന്തും. പിന്നെ ഇത്തിരി ഇംഗ്ലീഷ് പറച്ചിലും. ഭാവിയിൽ ഒരു IPS ഓഫീസർ ആകണം എന്നാണ് മോഹമെന്ന് തോന്നുന്നു. പോവാൻ ചേച്ചി. അയ്യോ, മോളെ 2 അക്ഷരം ഇംഗ്ലീഷ് പഠിക്കുന്ന സമയം കൊണ്ട് 2 കിലോ കുറയ്ക്കാൻ നോക്ക്. അല്ലെങ്കിലേ എന്റെ ഓട്ടോയുടെ കാര്യം തീരുമാനമാവും. ഡോണ്ട് സ്പീക്ക് മോർ. യു ടേക്ക് ഓട്ടോ. അങ്ങനല്ല മോളെ. ഡോണ്ട് ടോക്ക് ടു മച്ച്, ജസ്റ്റ് റൈറ്റ്. സെയിം ടു സെയിം. പോ. ഓ, രഞ്ജിനി, ഇത് നമ്മുടെ കുഞ്ഞി രഞ്ജിനി. ഡിസ്ട്രിക്ട് ലെവൽ ക്വിസ് മത്സരത്തിന്റെ റിസൾട്ട് വന്നു. നിനക്കാ ഫസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞേ? അത് അനിത ടീച്ചർ പറഞ്ഞതാ. ഓ. വീടിന്റെ പ്രസരിപ്പ് മുഴുവൻ ഈ കുഞ്ഞി അനുജത്തിയിലാണ്. ക്വിസിന് ഫസ്റ്റ് കിട്ടിയോണ്ട് നിന്റെ ഗിരിയേട്ടൻ നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് തരുമെന്നുള്ളത് ഉറപ്പാ. ആ, മമ്മൂട്ടിയുടെ ഒരു പഴയ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അതന്നെ നിന്നെ കൊണ്ട് കാണിക്കും. പോടി. ആ, നിന്റെ ഏട്ടൻ ഓട്ടോ വന്നില്ലേ കുഞ്ഞി? ആ, രശ്മി ചേച്ചി കൂട്ടിട്ടേ വരൂ. അതിന് അവളവിടെ പോയി. ആള് സ്പോക്കൺ ഇംഗ്ലീഷിന് ചേർന്നു. എവിടെ? നമ്മുടെ ബസ് സ്റ്റാൻഡിന് അടുത്തൊരു കോച്ചിങ് സെന്റർ ഇല്ലേ, അവിടെ. അതേതായാലും നന്നായി. അടുത്ത് ഹോട്ടലും ബേക്കറിയും ഒക്കെ ഉള്ളതുകൊണ്ട് വിശക്കുന്നേ എന്നുള്ള വിളി അങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമല്ലോ. ആ, ദേ ആള് വരുന്നുണ്ട്. ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നേരിട്ടായിക്കോ. ഓ, വരട്ടെ. ഹായ് ഗുണ്ടുമണി, ഹൗ ആർ യു?
ഗുണ്ടുമണി നിന്റെ ഇംഗ്ലീഷ് പറ പറയാടാ. എന്റെ കോച്ചിങ് ഒന്ന് കഴിയട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്. രശ്മി നീ വന്നേ. വരാ ചേച്ചി, ഈ ആക്കിട്ട് 10 പറഞ്ഞിട്ട് വരാം. നിന്നോട് വരാനാ പറഞ്ഞേ. വിളിച്ചോണ്ട് പോയേച്ചി. ഇവനൊരു പണി കൊടുക്കണമല്ലോ. ദേ, അതാണ് സിസ്റ്റേടെ. വന്നേ, കേറ് കേറ് കേറ്. ദേ ഇത് പിടിച്ച്. പെണ്ണ് കെട്ടിക്കാറായെങ്കിലും തന്തയുടെ പേര് കേട്ട ചെറുക്കന് ഇപ്പോഴും നിക്കറേ ഉള്ളൂ. മണി, പറഞ്ഞോ ഭാഗ്യേച്ചി. അമ്പലത്തിലേക്ക് കൊടുത്തുവിടാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ. ശരി ഭാഗ്യേച്ചി. അല്ല പ്രസിഡന്റ്, തിരുവാഭരണത്തിന് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അമ്പലത്തിലാവുമ്പോ ഭഗവതിയുടെ ഒരു കാവലുണ്ടാവുമല്ലോ. അത് താൻ വരത്തനായതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഭഗവതിയുടെ കാവൽ പോലെ തന്നെയാ പടനിലത്തെ പത്മനാഭന്റെ കാവലും. അതിപ്പോ തിരുവാഭരണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നാട്ടുകാർക്കൊക്കെ അങ്ങനെ തന്നെയാ. ചുരുക്കി പറഞ്ഞ കരുനീലിക്കാവിലെ അമ്മയെ പോലെ വിശ്വാസമാണല്ലേ ഈ നാട്ടുകാർക്ക് പത്മനാഭനും. ശത്രു, തിരുവാഭരണം പടനിലത്ത് സൂക്ഷിക്കുന്നത് ഒരു ഐശ്വര്യം തന്നെയാണെന്ന് ഞങ്ങൾ പറയുകയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിലെ കാരണവന്മാരുടെ സുഹൃത്തം കൊണ്ടാ തിരുവാഭരണം ഇവിടെ സൂക്ഷിക്കാനുള്ള ഭാഗ്യം കരുനീലെ കാവിലമ്മ തന്നു. ഇനി അങ്ങോട്ടെന്നും അതിനുള്ള ഭാഗ്യം തരണേന്ന് മാത്രമാണ് ഇപ്പോഴുള്ള എന്റെ പ്രാർത്ഥന. തിരുവാഭരണം കൊണ്ടുവരാനുള്ള സമയമായില്ലേ? വന്നോളൂ. ആ. നകുലനെത്തിയോ? ഇല്ല. വിളിച്ചിട്ട് അവനോട് വേഗം വരാൻ പറ. താഴത്തടാ. ഒന്നും ചെയ്യല്ലേ. എടോ പൊന്ന ശവമേ, നീ നകുലൻ ആരാന്ന് അറിയാതെ പോയി. ഈ കരിനീൽക്കാവിൽ ഇന്നുവരെ നകുലനെതിരെ ആരും ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല. നീ നകുലന്റെ കോറയ്ക്ക് സ്റ്റേ ഉണ്ടാക്കലടാ. നീ നകുലന്റെ കോറയെ ചുടുവാളാക്കി കിടത്തോല്ലേ? ചുട്ട് ചാമ്പലാക്കാൻ പോകുന്നത് നിന്നെടാ. പടനിലത്ത് നകുലന്റെ അടുത്താണോടാ നിന്റെ സ്റ്റേ ഉണ്ടാക്കി. വേണ്ട, എന്നെ കൊല്ലല്ലേ. വേണ്ട വേണ്ട, അയ്യോ വേണ്ട, പ്ലീസ് കൊല്ലല്ലേ, പ്ലീസ്. നീ എവിടെ നിക്കുവാ? ഞാൻ അറിയില്ല. നീ വേഗം ഒന്ന് വന്നേ. എന്താ കാര്യം? ഇന്നേ ഉത്സവാ. അതെന്റെ പൊന്നുമോൻ അറിയോ? നിന്നെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് വരാൻ നോക്ക്. അമ്മ ഫോൺ വെച്ചോ, ഞാൻ വരാം. പ്ലീസ്. നല്ലൊരു ദിവസമായതുകൊണ്ട് നിന്നെ ഞാനിപ്പോ കൊല്ലുന്നില്ല. വേറൊരു ദിവസം ഞാൻ എടുത്തോളാം കേട്ടോ. അമ്പിളി, അപ്പൊ നാളെ 9:30.
പറഞ്ഞ സമയത്ത് തന്നെ അമ്പിളി എത്തും. അതാണ് അമ്പിളി. പിന്നെ ഇന്നത്തെ ചിക്കിളിയെട്, പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. റാണി ചേച്ചി, റാണി ചേച്ചി, ഞങ്ങൾ എത്തി. ഓട്ടോ കൂലി വരുന്നു. ഇത് റാണി, വീടിന്റെ ഫിനാൻസ് മിനിസ്റ്റർ. വരവും ചെലവും റാണിയുടെ വിരൽത്തുമ്പിലാണ്.